ഹലോ എവരിവൺ, എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എനിക്ക് കുറച്ച് പീസ് ലില്ലി ഉണ്ട്, പിന്നെ കുറച്ച് ആന്തൂറിയം ഉണ്ട്, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബണ്ണിങ്സിൽ നിന്ന് മേടിച്ച പെപ്പറോമിയ റോസോ അതുണ്ട്, പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഇതും ഇവിടെയുള്ള രണ്ടുമൂന്ന് പ്ലാന്റ്സ് ഒക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. പനിക്കൂർക്ക നമ്മുടെ ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്. പനിക്കൂർക്ക നമുക്ക് ബാത്റൂമിൽ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് നല്ലതുപോലെ വളരും. അവിടെ ഞാൻ തണുപ്പ് കാലത്ത് അവിടെ എടുത്തു വെക്കും. അപ്പൊ അതൊന്ന് സർവൈവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തണുപ്പ് കാലം ഈവൻ കോൾഡ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ നല്ലപോലെ അത് പിടിച്ചു നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീപോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് എന്താ പറയണത്, ഇതിൻ്റെയൊക്കെ മുഴുവൻ മണ്ണിലെ വളം എല്ലാം തീർന്നിരിക്കുക. ഞാൻ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നില്ലായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ഇതിപ്പം കുറച്ച് നാളായി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് മണ്ണെല്ലാം മാറ്റി പുതിയ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ബണ്ണിങ്സിൽ നിന്ന് ഇത് മേടിച്ചില്ലായിരുന്നു, ഇൻഡോർ പ്ലാന്റ് ഫുഡ്. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ് ഫുഡ് ഞാൻ ഇപ്പം സെൻസിറ്റീവ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഒരു 4 ലിറ്റർ വാട്ടറിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റിപ്പോർട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം നമുക്ക് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വരാം. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കമ്പോസ്റ്റ് ആണ്. നമുക്ക് ഈ കമ്പോസ്റ്റ് കുറച്ചെടുത്തിട്ട് അവിടുത്തെ ബാക്ക് മണ്ണുമായിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ കമ്പോസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം ഇനിയും പോട്ട്സിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെക്കുവാണ്. ആ വെള്ളത്തിനകത്തോട്ട് ഈ പ്ലാന്റ്സ് ഇട്ട് വെക്കും. പ്ലാന്റ്സ് ഇട്ട ശേഷം ഈ മണ്ണ് എല്ലാം ഇതിനകത്തോട്ടാക്കി ഇത് നല്ലോണം മിക്സ് ചെയ്യും. എന്നിട്ട് ഇത് വീണ്ടും നമ്മുടെ പോട്ട്സിലോട്ട് ഇട്ടിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ വീണ്ടും നമ്മൾ അതിലോട്ട് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം ഇവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റിലോട്ട് ഞാൻ കുറച്ച് വെള്ളം നേരത്തെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് പ്ലാന്റ്സിനെ നമുക്ക് അതിലോട്ട് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ആ വെള്ളം തന്നെ ഞാൻ നമ്മുടെ പ്ലാന്റ് ഫുഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 4 ലിറ്റർ വാട്ടറാണ് എടുക്കുന്നത്. അതിൽ ഞാൻ 1/2 ടീസ്പൂൺ മറ്റേ ത്രൈവിൻ്റെ പ്ലാന്റ് ഫുഡ് ആഡ് ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആദ്യം നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമുക്കൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ വേരൊക്കെ നമുക്ക് കറക്റ്റാക്കി അതിലെ വേണ്ടാത്ത വേരുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്കത് വീണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇത് ഞാൻ മറ്റേ പെപ്പറോമിയ റോസോ മേടിച്ചില്ലായിരുന്നോ ബണ്ണിങ്സിൽ നിന്ന്. ഇതൊന്ന് നമുക്ക് പല പോട്ടിലായിട്ടൊന്ന് റീപ്ലാന്റ് ചെയ്യാം. ഞാൻ ചെറിയ പോട്ടുകൾ ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ. അപ്പം അങ്ങനെയല്ല കേട്ടോ, പണി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഒരു മനസ്സുഖം. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഈ പ്ലാന്റ്സ് നമുക്ക് ചെറിയ ചെറിയ പോട്ടിലോട്ട് ആക്കി വെക്കാം. ഇതിന്റെ അടിഭാഗത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അത് ആ മണ്ണ് ഞാൻ ഈ കമ്പോസ്റ്റിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് പല പല റൂട്ടായിട്ട് നമുക്ക് കിട്ടും. നമുക്കത് പലതാക്കി വെക്കാൻ പറ്റും. നമ്മൾ പ്ലാന്റ്സ് എപ്പോഴും ചെയ്യുമ്പോൾ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്കറിയില്ലോ. എന്നാൽ ചിലപ്പോൾ വിലക്ക് എന്ത് ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും നമുക്ക് എന്താ പറയണത് വല്ല അലർജിക് റിയാക്ഷൻ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും കയ്യിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇടുക. പിന്നെ മണ്ണൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്നതല്ലേ, നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി എന്തൊക്കെയോ ഫെർട്ടിലൈസർ ഇതിലുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് കളറില് കണ്ടോ, റൂട്ടിന്റെ അവിടെ വൈറ്റ് കളറിൽ കണ്ടിരിക്കുന്നത്. നമ്മൾ അപ്പം നല്ലതാണ്. പിന്നെ ഓരോ പ്ലാന്റ്സും ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഒരെണ്ണമായിട്ട് വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ചെറിയ കൂട്ടിലോട്ട് കുറച്ച്
കമ്പോസ്റ്റ് ഒക്കെ നിറച്ചെടുക്കാം. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മറ്റേ ചകിരിച്ചോറും അങ്ങനെയുള്ള എന്താ പറയണ നല്ലപോലെ വാട്ടർ ഡ്രെയിൻ ആവുന്ന ടൈപ്പിലെ മണ്ണ് ആണ് വേണ്ടത്. ഇത് കുഴപ്പമില്ല, ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാവേ. നമ്മൾ ആ പ്ലാന്റിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മണ്ണാണ് അതിൻ്റെ സൈഡിലുണ്ടായിരുന്നത്. അപ്പം അതും അതിൻ്റെ കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുക്കാം. നോക്കിയേ, ഒറ്റ പോട്ടിൽ നിന്ന് നമ്മളൊരു 6 ചെറിയ പോട്ട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കി കണ്ടോ. ഇത് കണക്ക് നമുക്ക് എന്താ പറയുക, ചെറിയതായിട്ട് അതിൻ്റെ തണ്ട് മാറ്റിയെടുത്ത് പിന്നെ മാറ്റാം. ഈവൻ ഇതൊക്കെ നമുക്ക് 2-3 നാളായിട്ട് വെക്കാമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു അതൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചേ. ചെറിയ പോട്ടുകളിൽ ഈവൻ നമ്മൾ നല്ലപോലെ ഒന്ന് ലഷായി കഴിയുമ്പോൾ എന്തൊക്കെ എടുത്തൊന്നകത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. നമുക്ക് തൽക്കാലം ഈ ജനലിൻ്റെ സൈഡിലോട്ട് നമുക്കെല്ലാം കൂടെ എടുത്ത് വെക്കാം. ഇതിപ്പോൾ നമ്മൾ അകത്തോട്ട് വെക്കുന്നതിന് മുമ്പേ അതേ പോട്ടിൻ്റെ പുറമെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഒന്ന് ലുക്കാക്കി എടുക്കണം. ഇപ്പം എൻ്റെ കൈ മുഴുവൻ ഡേർട്ടിയല്ലേ, അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ മതി. ഇൻഡോർ പ്ലാന്റ്സിന് അങ്ങനെ കണ്ടമാനം വെള്ളം ഒന്നും വേണ്ട ആവശ്യമുള്ള കാര്യമില്ല. പീസ് ലില്ലിക്കൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അവർക്ക് വെള്ളം വേണമെങ്കിൽ അത് അതിൻ്റെ ലീവ്സിൽ തന്നെ കാണിച്ചു തരും. നമുക്ക് ആദ്യം പീസ് ലില്ലി ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ വലിയ എന്താ പറയുക പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അതൊന്ന് ഇളക്കിയെടുക്കാൻ പോവാണേ. ഈ പോട്ട് കണ്ടോ, ഇത് 3 ഫോട്ടോ ഉണ്ട്. ഇത് കണക്ക് അത് കണക്ക് ഈ റെഡും പിന്നെ ഒരു ബ്ലാക്കും. ഇത് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വേണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പോട്ട്സ് മേടിച്ച് തന്നാൽ മതി. അങ്ങനെ പുള്ളിക്കാരൻ മേടിച്ചാൽ പോട്ട്സ് കേട്ടോ. കുറെ നാളായി, ഇപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 3 വർഷത്തിന് മുമ്പേ മേടിച്ച് തന്ന പോട്ട്സ് ഇതൊക്കെ. പിന്നെ നമ്മുടെ മണ്ണൊക്കെ ഇതിനകത്തൊന്ന് ഫുള്ളായിട്ട് ഇളക്കി കമ്പോസ്റ്റിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പോകണം. ഇത് കണ്ടോ, ചെറിയ ചെറിയ തൈകള് കണ്ടോ. ഇതൊക്കെ കണ്ടോ, ഈ ഒടിഞ്ഞ തണ്ടൊക്കെ നമുക്ക് പറിച്ച് കളയണം. അതൊക്കെ ആ ചെടിയുടെ കൂടെ വെക്കരുത്. അപ്പം അതൊക്കെ ചെടിക്ക് ദോഷമാണ്. അപ്പം അതൊക്കെ ഞാൻ പറിച്ച് കളയണേ കണ്ടോ. എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ വേര്. മണ്ണ് ഞാൻ മാറ്റി. ഇത് ഞാനിത് തൽക്കാലം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുവാണ്. ഇത് അടുത്ത പോട്ടും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ അടുത്ത പോട്ടാണ്. നമുക്ക് ഇങ്ങനെ പിഴുതെടുക്കരുത്, ചിലപ്പോൾ അത് വിട്ടുപോരും. അപ്പം നമുക്ക് ആ സൈഡിൽ നിന്നുള്ള മണ്ണ് ആദ്യം ഒന്ന് ഇളക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇത് മാറ്റിയെടുക്കണം. ഇപ്പം അത് നല്ലപോലെ പോകുന്നു. പുറത്ത് തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഈ ഗാരേജ് തിരഞ്ഞെടുത്തത് ഇതൊക്കെ നടാൻ വേണ്ടി. സാധാരണ ഞാൻ പുറത്തിറങ്ങി ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മണ്ണ് മുഴുവൻ അകത്ത് വീഴും. ഇത് കണ്ടോ, ഈ മണ്ണൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കുക. ഇതിന് നല്ലപോലെ വളരാനൊന്നും പറ്റത്തില്ല. നമുക്കതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അത് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് റീപോർട്ട് ചെയ്യുന്നിടം വരെ. ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ട് ഒടിഞ്ഞിരിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് ഒടിച്ച് മാറ്റി ആവശ്യമില്ലാത്ത വേരുകളൊക്കെ നമുക്ക് കണ്ടിച്ച് കളയണേ. കണ്ടോ, ഡ്രൈ ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ എല്ലാം പറിച്ച് കളയാം. ഈ പീസ് ലില്ലി എന്തിനാ വീട്ടിൽ വെക്കുന്നത്? സമാധാനം കിട്ടാനാണ്. പീസ് ലില്ലി ഇത് എനിക്ക് തോന്നുന്നു ഓക്സിജൻ റൂമിൽ ഫില്ല് ചെയ്യാനൊക്കെ എന്തോ പറയും. എന്നുവെച്ചാ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ടൈപ്പിലെ ചെടികളാണ് ഇതൊക്കെ. പിന്നെ നല്ല ഭംഗിയാണ് ഇതിന്റെ. ഈവൻ ഇതിന്റെ പൂവ് നല്ല വൈറ്റ് കളറില് ഇത് കുറേ വന്ന് നിൽക്കുമ്പോ നല്ല ഭംഗിയാണ് കാണാൻ. എന്താ എക്സ്ട്രാ വന്ന
വേരുകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് നമ്മൾ മുടി ചീക്കുന്ന കണക്ക് ഒന്നെടുത്ത് ചെയ്തപ്പോഴേ തന്നെ കുറേയൊക്കെ ഇങ്ങ് പോയി ആ എക്സ്ട്രാ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന വേരുകളൊക്കെ ഉണ്ട്, മുറിച്ച് കളയണം. അപ്പോൾ അത് ചെടി വളരുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതങ്ങ് മാറ്റി കളയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട്. പിന്നെ ഒത്തിരി അങ്ങ് വേരുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മുറിച്ചും കളയാം കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് വെക്കുവാണേ. നമ്മൾ ആ പോട്ടിൽ എടുത്ത മണ്ണും പിന്നെ ഇതിനുള്ള കമ്പോസ്റ്റും എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് അങ്ങ് എടുക്കാം, ഒരു സൈഡിലോട്ട് ഞാൻ അതിനെ കൂടെ മാറ്റി ഇതിൻ്റെ പുതിയ കമ്പോസ്റ്റും കൂടെ ഇതിൽ മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ പോട്ടിലോട്ട് ഞാൻ ഇതങ്ങ് നിറയ്ക്കുകയാണേ. പോട്ട് ഒരു പകുതിയെ നിറച്ചിട്ടുള്ളത്, കാരണം നമ്മുടെ പീസ് ലില്ലി പ്ലാന്റ് നല്ല നീളത്തിലുള്ള പ്ലാന്റ് അല്ലേ. അപ്പൊ ഞാൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചേ. മുകളിലോട്ട് നിൽക്കുമ്പോൾ ആ വേരൊക്കെ മുകളിലോട്ടായി വരുമായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് ഇറക്കി വെച്ച് നോക്കട്ടെ. ഇനി മിച്ചെടുത്തിട്ട് ബാക്കിയും കൂടെ മണ്ണിട്ടു. അപ്പൊ നമ്മുടെ ഒരു പോട്ട് നമ്മൾ നിറച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പം ഇനി അടുത്ത പോട്ടും കൂടെ നിറയ്ക്കാം. ഇതിൽ കുറച്ച് ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ഞാനത് മാറ്റുന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണമൊക്കെ മാറ്റിയൊക്കെ വെക്കാം, പക്ഷെ ഇത്തവണ ഞാനിത് മാറ്റുന്നില്ല. ഞാനത് അത് കണക്ക് തന്നെ വെക്കുകയാണേ. കുറച്ച് ബേബി പ്ലാന്റ്സ് ഞാൻ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിന്നോട്ടേ എന്ന് വെച്ചു. നമ്മുടെ മറ്റേ പ്ലാൻ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ. നമ്മുടെ രണ്ടാമത്തെ പീസ് ലില്ലിയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. ഇത് എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് തന്നു കേട്ടോ, പ്രത്യേകിച്ച് ഇപ്പോൾ താങ്ക്സ് പറയുന്നു. പിന്നെ ഇത് ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയ ചെറിയ അതിൻ്റെ തന്നെ ചെറിയ ഇല എടുത്ത് കുഴിച്ച് വെച്ചാൽ ഇതിന് കണ്ട വേര് വന്ന് കണ്ടോ, അത് ഞാൻ ഇതിനകത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് പോരും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്നതിനും പിന്നെ നമ്മളുടെ ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഒക്കെ അതിനെ എലിമിനേറ്റ് ചെയ്യാനും പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മുടെ ഈ എയർ ഫിൽട്ടർ ചെയ്യാൻ അതിനെ ഈ പീസ് ലില്ലി ഹെൽപ്പ് ചെയ്യണേ. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ എയർ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുവേ. ഇതിനൊക്കെ നല്ല വിലയുമുണ്ട്. അപ്പം ഇതിനൊക്കെ ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ആ വളർന്നു നിന്ന ഇലയും കൂടെ സൈഡിൽ വെച്ച് കൊടുക്കാം. ശരിക്കും ഇതിനൊന്നും ഒത്തിരി അങ്ങ് കെയറിങ് ഒന്നും വേണ്ട. ഇതൊക്കെ അങ്ങനെ അതിൻ്റെ പാടെ അങ്ങ് വളർന്നോളും. ഇടയ്ക്കൊരു വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ അടുത്ത സ്നേക്ക് പ്ലാന്റ് ആണ്. അത് ഇച്ചിരി ലോങ് ആണ്. ഇത് കുറേ കാലം ഞാൻ ഇതിലെ മണ്ണൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതും കൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആന്തൂര്യമുള്ള കേട്ടോ. ഇനി ഞാൻ കുറച്ച് തേയിലപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിന് നല്ല വേരുണ്ട്. ഇതിങ്ങനെ ലൂസായിട്ടുള്ള നല്ല മണ്ണാണേ. കണ്ടോ, ഞാൻ സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനെ പയ്യെ ഒന്ന് വലിച്ചെടുത്തു. അപ്പം കണ്ടോ, അതിങ്ങി പോകുന്ന കണ്ട. ഒത്തിരി വേരുണ്ട്. ഇത്രയും വേരിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ നമ്മൾ അധികം വേര് കൂടിക്കഴിഞ്ഞാലും അത് വളരില്ല. ഞാൻ കുറച്ച് വേരങ്ങ് മുറിച്ച് കളയാം. എൻ്റെ അത്രയൊന്നും വേരിൻ്റെ ആവശ്യമില്ല. എടുക്കുമ്പം ആവശ്യമില്ലാത്ത വേരുകളൊക്കെ നമ്മുടെ കയ്യിൽ. ഞാനത് വെള്ളത്തിൽ മുക്കി കുത്തി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പ്ലാന്റ് ചെയ്ത് വെക്കാം. ഞാൻ ഇച്ചിരി മണ്ണ് ഡൗണിലോട്ടൊന്ന് മാറ്റി കൊടുത്തായിരുന്നു.
ഇത് നമ്മുടെ പ്ലാൻ ഫുഡാണ്. ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ ഓൾറെഡി 4 ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വെള്ളം തന്നെ ഞാനിത് പ്ലാന്റ് ഇവിടെ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പം ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് എടുത്താൽ മതി. ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. നമുക്കിതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാവേ. ഇതിനകത്തോട്ട് എടുത്ത് കുറച്ച് കുറച്ച് പ്ലാന്റ്സിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന വെള്ളം ഞാൻ നമ്മുടെ പുറത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നട്ട് വെച്ച മറ്റേ പെപ്പറോമിയ റോസോ ഇതിനും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ നടണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.